തുടർന്ന് റമളാൻ നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതിന് കേരളത്തിന്റെ ജനകീയ സമരഭൂപടത്തിൽ മായ്ക്കാനാകാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ദുർബല പിന്നാക്ക വിഭാഗങ്ങളുടെ അതിജീവന പോരാട്ടത്തെ മുന്നിൽ നിന്നും നയിച്ച സമരനായകൻ, തെരുവിന്റെ കർമ്മപഥത്തിൽ നിന്നും ഉൾവലിയാൻ വിസമ്മതിക്കുന്ന വിപ്ലവ യൗവനത്തിന് ദിശ നിർണയിച്ച് ആത്മീയ സമരത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ച സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുൻ സംസ്ഥാന അധ്യക്ഷനും കേരളീയ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കർമ്മധീരനായ ജനറൽ സെക്രട്ടറിയുമായ ജനാബ് പി മുജീബ് റഹ്മാൻ സാഹിബിനെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ഇഫ്താർ സംഗമത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ഷാഹിർ സാഹിബ്, ഈ പരിപാടിയിൽ നമ്മെ അഭിമുഖീകരിച്ച നമ്മുടെ MLA എന്നെ ഹാരിസ് സാഹിബ്, ഷിഹാബുദ്ദീൻ ബിനു ഹംസ സാഹിബ്, EM അമീൻ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി NM അബ്ദുറഹ്മാൻ സാഹിബ്, വേദിയിലിരിക്കുന്ന ആദരണീയരായ മറ്റു നേതാക്കളെ, സമാദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നമസ്കാരവുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ നാം ഇച്ഛിക്കുന്നതിനേക്കാളും വേഗത്തിൽ നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവശേഷിക്കുന്ന റമദാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ പടച്ച തമ്പുരാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ അല്ലെങ്കിൽ നോമ്പ് നമ്മിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഏതാണ്ട് നമ്മളെല്ലാവരും അറിവുള്ളവരാണ്. ഇസ്ലാം നോമ്പ്, നമസ്കാരം തുടങ്ങിയുള്ള നിരവധി ആരാധനാകർമ്മങ്ങൾ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ, അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നേരത്തെ എൻ്റെ സഹോദരൻ ശിഹാബ് സാഹിബ് വളരെ ഭംഗിയായി നിങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. എന്തിനാണ് ആരാധനാകർമ്മങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരിക്കലും ഒരു പൂജാമതമല്ല. ഇസ്ലാം ഒരിക്കലും ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു സംഹിത മാത്രമല്ല. ഇസ്ലാം ഒരു ജീവിത ദർശനമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. മൂല്യവത്തായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്, ഒരു പുതിയ സമൂഹത്തിൻ്റെയും ഒരു പുതിയ ലോകക്രമത്തിൻ്റെയും രൂപീകരണമാണ് ഇസ്ലാം ശക്തമായി മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നവസമൂഹ സൃഷ്ടിക്ക് അനുഗുണമായ സ്വഭാവത്തിൽ മനുഷ്യരെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ആരാധനാകർമ്മങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ ആരാധന മാറ്റാനുള്ളത് തന്നെയാണ്, എന്നെ മാറ്റാനുള്ളതാണ്, നമ്മ ഓരോരുത്തരെയും മാറ്റിയെടുക്കാനുള്ളതാണ്. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ എന്നാണ് ഭൂമിയിൽ മനുഷ്യനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഖിലാഫത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൈവികമായ മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യുവാൻ, അതുപോലെ തന്നെ ആ ഉള്ളടക്കമുള്ള ഇസ്ലാമിക ദർശനത്തെ പ്രതിനിധീകരിക്കുവാൻ ഇസ്ലാമിക സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാപ്തമാക്കുന്നത് ആരാധനയിലൂടെയാണ് എന്ന് നാം അറിയണം. ആരാധനയ്ക്ക് വേണ്ടിയല്ല ഇസ്ലാം, ആരാധനയിലൂടെ ഒരു നല്ല സമൂഹത്തെ, ശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹത്തെ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഒരുപാട് അധ്യാപനങ്ങൾ കേട്ടതാണ്. റമദാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ പദപ്രയോഗങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആശയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്.
എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സൗമ് എന്ന് നാം നോമ്പിനെക്കുറിച്ച് പറയാറുണ്ട്. സോമ യസൂമു സൗമൻ വ സിയാമൻ എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്കു മുത്തലക്കൻ അനി ത്വആമി വ ശറാബി വൽ കലാമി വൻ നിക്കാഹി വസ്സൈർ എന്ന് അതിന് നിർവചനം കൊടുക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്താണ് സൗമ് എന്നതിൻ്റെ അർത്ഥം കൃത്യമായി നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നു. അത് ഭക്ഷണത്തിൽ നിന്ന്, പാനീയങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സംസാരങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ യാത്രകളിൽ നിന്നെല്ലാം അകന്നു നിന്ന് അള്ളാഹുവിൻ്റെ താല്പര്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മനുഷ്യന് ജൈവികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളെ തന്നെ നിശ്ചിത സമയത്തേക്ക് റബ്ബിൻ്റെ അഭീഷ്ടപ്രകാരം വേണ്ടെന്ന് വെക്കുന്നതാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യനെ ആത്മനിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നിടത്ത് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ്. നീണ്ട 11 മാസക്കാലത്തെ ജീവിത യാത്രക്കിടയിൽ ഒരുപക്ഷെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയ അരുതായ്മകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ വന്നുപോയ തെറ്റായ ശീലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെ ആ കടിഞ്ഞാണിൽ കൊണ്ടുവരുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിരിക്കുന്ന ആത്മനിയന്ത്രണത്തിൻ്റെ കൂടി മാസമാണ് റമദാൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. റമള യർമുലു അർ റംല് വർ റംലാ എന്ന് പറഞ്ഞാൽ റമദാൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണ്. അതും ആ പറയുന്ന ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. കരിച്ചു കളയുക എന്നതാണ് റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലി അന്നഹു യർമുലുൽ ദുനൂബ ഔ യഹ്റുഖുഹ ബിൽ അഗ്മാലി സ്വാലിഹാത്ത്. സുഹൃതങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും വന്നുപോയിരിക്കുന്ന ഒരുപാട് പാഴ്ചെടികളെ പറിച്ചെറിയുവാനും കരിച്ചു കളയുവാനുമുള്ള അസുലഭമായ അവസരമാണ് റമദാൻ എന്ന് ആ പദാവലി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ബഹുമാന്യനായ പണ്ഡിതൻ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി റമദാനിനെ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിലും എന്താണ് റമദാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അന്നഹു കമാ യഗ്സിലു ദാലികൽ മതറു വജ്ഹൽ അർള് വയുതഖിറുഹാ ഫകദാലിക ശഹ്റു റമദാൻ യഗ്സിലു അബ്ദാനൽ ഉമ്മത്തി മിനൽ ദുനൂബി വയുതഖിറു ഖുലൂബഹും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാമിക സമൂഹത്തിന് നിർബന്ധമാക്കിയിരിക്കുന്ന റമദാൻ ഈ സമൂഹത്തിൽ എന്താണ് സാധിക്കേണ്ടത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്. നിങ്ങൾ ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നത് കണ്ടില്ലേ? ആകാശത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പുണ്യങ്ങൾ പെരുമഴയായി പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് റമദാൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആകാശത്തിൽ നിന്ന് നിങ്ങൾ മഴ വർഷിക്കുന്നത് കാണുന്നില്ലേ? എന്നിട്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അങ്ങനെ ആകാശത്തിൽ നിന്ന് വർഷിച്ചു കൊണ്ടിരിക്കുന്ന പേമാരി നമ്മുടെ തെരുവോരങ്ങളെ മലീമസമാക്കിയിരിക്കുന്ന ചപ്പ് ചവറുകളെ അതിൻ്റെ ശക്തമായ കുത്തൊഴുക്കിൽ എടുത്തുകൊണ്ടുപോയി തെരുവിനെ ശുചീകരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെ ശക്തമായി കുത്തിയിറങ്ങുന്ന പേമാരിയിൽ തെരുവോരങ്ങളിലെ ചപ്പ് ചവറുകൾ തുടച്ചു വൃത്തിയാക്കപ്പെടുന്നത് പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്നത് അയാൾ അറിഞ്ഞും അറിയാതെയും അയാളുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന പോരായ്മകളെ ഒരു കുത്തൊഴുക്കിലൂടെ ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കുന്നതിനുള്ള അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി പറയുന്നത് യഗ്സില അബ്ദാനൽ ഉമ്മത്തിൻ്റെ ശരീരത്തെ വൃത്തിയാക്കാൻ മിനദ്ദുനൂബി തിന്മകളിൽ നിന്ന് വയുതഖിറു ഖുലൂബഹും അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള, ജീവിതത്തെ ശുദ്ധീകരിക്കാനുള്ള മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളിൽ ഒന്നാണ് നോമ്പ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി നാം നമ്മോടാണ് ചോദിക്കേണ്ടത്, റമദാൻ എന്ത് മാറ്റമാണ് നമ്മിൽ ഉണ്ടാക്കിയത്? ഏതാണ്ട് നമ്മുടെ റമദാനിൻ്റെ ആദ്യ പകുതി പിന്നിടാൻ പോവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റവും നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നു നമ്മുടേത് പട്ടിണിയാണ്. ഒരു മാറ്റവും നമ്മിൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നു നമ്മുടേത് കേവലം ദാഹം മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതിനപ്പുറത്ത് എന്താണ് റമദാൻ നമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം? വിശുദ്ധ ഖുർആൻ റമദാൻ നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് തന്നെ എന്താണ് നിങ്ങളിൽ ഉണ്ടാക്കേണ്ട മാറ്റം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളിൽ തഖ്വയുണ്ടാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ നോമ്പിനെ മുൻകാല സമൂഹത്തിന് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ തഖ്വയുണ്ടാകുന്നതിന് വേണ്ടിയാണ് നോമ്പ്. ഞാൻ എന്നോട് ചോദിക്കണം, 13 നോമ്പ് കൊണ്ട് എന്നിൽ അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന തഖ്വയിൽ ഏതളവിലാണ് എനിക്ക്
വളരാൻ കഴിഞ്ഞത്. തഖ്വ എന്ന് പറയുമ്പോൾ അതും വലിയ ഒരു വിഷയമാണ്, ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, തഖ്വ എന്ന് പറയുന്നത് വേഷഭൂഷാദികളിലല്ല, അതുപോലെ തന്നെ പുറത്ത് കാണുന്ന ചിഹ്നങ്ങളിലും അടയാളങ്ങളിലുമല്ല, അതുപോലെ തന്നെ താടിയിലും തലപ്പാവിലുമല്ല. അതെല്ലാം ഒരാളുടെ മനോനുകരത്തിൽ രൂപപ്പെട്ടു വരുന്ന തഖ്വയിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടുന്ന ആസാറുകൾ തന്നെയാണ്. അതേസമയം അതല്ല തഖ്വ. തഖ്വ അവൻ്റെ ഹൃദയാന്തരങ്ങളിലുള്ള മാറ്റമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ റമദാനോടുകൂടി എൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്നാണ് മാറ്റത്തിൻ്റെ പ്രക്രിയക്ക് തുടക്കം കുറിക്കേണ്ടത് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് വെറുതെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ഇടനെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് 3 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേ പ്രവാചകൻ തന്നെ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്അതൻ ഫൈദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ. നിങ്ങളുടെ എല്ലാ ഹൃദയാന്തരങ്ങളിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി, അത് മോശമായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ മോശമായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഭൗതികമായി നോമ്പിൻ്റെ ജിസ്മിനെ നിങ്ങൾ എടുത്തോ എടുത്തില്ലേ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രധാനപ്പെട്ട ഘടകമല്ല. നോമ്പിൻ്റെ റൂഹിനെ നമ്മൾ എത്ര അളവിൽ എടുത്തു എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടുന്ന കാര്യമാണ്. എൻ്റെ ഹൃദയാന്തരങ്ങളിൽ എന്തു മാറ്റമാണ് റമദാൻ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. ആരാധനകൾ അള്ളാഹുവിലേക്കുള്ള ആത്മീയമായ തീർത്ഥയാത്രയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നമസ്കരിച്ചു, ഒരു മാറ്റവും റബ്ബുമായുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നില്ല. ഞാൻ നോമ്പെടുത്തോ, ഒരു മാറ്റവും റബ്ബുമായുള്ള ബന്ധത്തിൽ വർദ്ധിക്കുന്നില്ല. ഞാൻ ഹജ്ജ് ചെയ്തു, ഒരു മാറ്റവും റബ്ബുമായുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ എൻ്റെ ആരാധനാ കർമ്മങ്ങളെ ഒരു നിമിഷം ഞാൻ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആരാധനയിലൂടെ അള്ളാഹുവിലേക്കുള്ള തീർത്ഥയാത്രയാണ് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചത്, വക്കം മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലം വക്കം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലസ്സഹർ. എത്ര നോമ്പുകാർ അവർക്ക് പട്ടിണിയാണ്, എത്ര നമസ്കാരക്കാർ അവർക്ക് ഉറക്കമൊഴിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ അർത്ഥത്തിൽ നാം നമ്മുടെ കർമ്മങ്ങളെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. റബ്ബിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ നമ്മുടെ നോമ്പ് നമ്മെ? ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ടോ നമ്മുടെ നോമ്പ് നമ്മിൽ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, നമസ്കാരത്തിനും മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ബാധകമായ ഒരു കാര്യമാണ്. നമസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ കണ്ടില്ലേ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം യഥാർത്ഥത്തിൽ തിന്മകളിൽ നിന്ന്, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അമല്, നമ്മുടെ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ കൈവെക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. എൻ്റെ നമസ്കാരം എൻ്റെ ജീവിതത്തിലാണ് കൈവെക്കേണ്ടത്. എൻ്റെ നോമ്പ് എൻ്റെ കർമ്മപഥത്തിലാണ് കൈവെക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, 5 നേരം വീടിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്ന് ഒരാൾ കുളിക്കുന്നുവെങ്കിൽ അയാളുടെ ശരീരത്തിൽ അഴുക്ക് എത്രമാത്രമാണ് ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെയാണ് 5 നേരം നമസ്കരിക്കുന്നവൻ്റെ മനോനുകരങ്ങളിൽ യഥാർത്ഥത്തിൽ നമസ്കാരമുണ്ടാക്കുന്ന മാറ്റം, ഹൃദയശുദ്ധിയിൽ നമസ്കാരമുണ്ടാക്കുന്ന മാറ്റം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ആ അർത്ഥത്തിലേക്ക്, നമ്മുടെ മനസ്സിനെ ഇളക്കം തട്ടുന്ന തലത്തിലേക്ക് നമ്മുടെ ആരാധനകളെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഹാത്തിമുൽ അസ്വം എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നമസ്കാരത്തിൻ്റെ സമയമായാൽ നാം വുളു എടുക്കാറാണ് പതിവ്. വുളു എടുത്തിട്ട് ഞാൻ നമസ്കാരത്തിന് വേണ്ടി ചെല്ലും. വഅജ്അലുൽ ഖഅബത ബൈന ഹാജിബി വസ്സുറാത തഹ്ത ഖദമി വൽ ജന്നത അൻ യമീനി വന്നാറ അൻ ശിമാലി വമലകുൽ മൗതി വറായി അദുന്നുഹ ആഖിറ സ്വലാത്തി സുമ്മ അഖൂമു ബൈന റജാഇ വൽ ഖൗഫി ലാ അദ്രി അഖുബിലത് മിന്നി അം ലാ. അദ്ദേഹം പറയുന്നത്, ഞാൻ നമസ്കാരത്തിൻ്റെ സമയം
സമയമായാൽ ഞാൻ വുളുവെടുത്തിട്ട് നമസ്കാരത്തിന് വേണ്ടി പ്രവേശിക്കും. എൻ്റെ മുമ്പിൽ ഞാൻ കഅബയെ നിർത്തും. അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീമിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തും. എന്നിട്ട് ഞാൻ എൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തെ കാണും. എന്നിട്ട് ഞാൻ എൻ്റെ ഇടതുഭാഗത്ത് ഞാൻ നരകത്തെ കാണും. എന്നിട്ട് ഞാൻ എൻ്റെ പിന്നിൽ മലക്കുൽ മൗത്ത് അസ്റായിൽ എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അതും കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുന്നിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ നമസ്കാരമാണ് എന്ന ധാരണയിൽ ഞാനെത്തും. അങ്ങനെ ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ എൻ്റെ പ്രതീക്ഷക്കും എൻ്റെ ആശങ്കക്കും മധ്യേ അത് സ്വീകരിക്കപ്പെടുകയില്ലയോ എന്ന ചിന്ത പോലും എൻ്റെ മുമ്പിൽ പിന്നീട് വരാറില്ല. സഹോദരന്മാരെ, നമ്മുടെ എത്ര നമസ്കാരമാണ്, നമ്മുടെ എത്ര ആരാധനാ കർമ്മങ്ങളാണ് ആ അർത്ഥത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ കൈവെക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മുടെ വ്രതാനുഷ്ഠാനത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഒരു റമദാൻ കഴിഞ്ഞിരിക്കുന്നു, റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റമദാനിനോട് നമ്മൾ വിട പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾ റമദാനിലേക്ക് പ്രവേശിച്ചത്, അങ്ങനെ തന്നെയാണ് നിങ്ങൾ റമദാനിനോട് വിട പറയുന്നത് എങ്കിൽ ഞാൻ പറയുന്നു, അവർ ഏറ്റവും വലിയ പാപ്പരരും പരാജയപ്പെട്ടവരുമാണ്. എന്തിനാണ് പിന്നെ ഒരു മാസം നമ്മൾ വെറുതെ വൃഥാവിലാക്കുന്നത്? അതുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഞാനല്ല ശവ്വാലമ്പിളി മാനത്ത് തെളിയുമ്പോൾ സന്തോഷത്തോടുകൂടി തക്ബീർ ധ്വനികളുമായിട്ട് യഥാർത്ഥത്തിൽ ഈദ്ഗാഹുകളിലേക്ക് പോകേണ്ടത് അതൊരു പുതിയ മനുഷ്യനായിരിക്കണം എന്നതാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുസുന്നത്തും പരിശോധിക്കുമ്പോൾ, നോമ്പിൻ്റെ ആത്മാവ് നമ്മൾ ആവാഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മുടെ തക്ബീർ ധ്വനികൾ തന്നെ ആ മാറ്റത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികളാണ് ലോകത്തന്തരീക്ഷത്തിൽ മുഴങ്ങാറുള്ളത്. അതൊരു പ്രഖ്യാപനമാണ്. നീണ്ട 30 ദിവസത്തെ ദിനരാത്രങ്ങളിലൂടെ പൈശാചികതയോടുള്ള നിരന്തരമായ പോരാട്ടത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ വേരൂന്നുകയോ കാലൂന്നുകയോ ചെയ്ത പൈശാചിക വൃത്തങ്ങൾക്ക് മേൽ ഞാൻ ഏതാണ്ട് അതിജീവനം നേടിയിരിക്കുന്നു എന്ന പിശാചിനു മേലുള്ള വിജയപ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ശവ്വാലമ്പിളി കാണുമ്പോൾ ഒരു സത്യവിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് റസൂല് പഠിപ്പിച്ചത് അസ്സൗമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയാൻ. എൻ്റെ ജീവിതത്തെ എനിക്ക് ചിട്ടപ്പെടുത്തുന്നിടത്ത് പ്രതിബന്ധമായി വരുന്നതിനെ പ്രതിരോധിക്കാനുള്ള എൻ്റെ മുമ്പിലുള്ള പരിചയമാണ് നോമ്പ് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ മാറണം എന്നാഗ്രഹിക്കുന്നു. എൻ്റെ സുഹൃവൃന്ദത്തിനകത്ത് നിന്ന്, എൻ്റെ ബിസിനസ് ബന്ധങ്ങൾക്കകത്ത് നിന്ന്, എൻ്റെ കച്ചവടത്തിൻ്റെ കെട്ടുപാടുകൾക്കകത്ത് നിന്ന്, എൻ്റെ കൂട്ടുകെട്ടിനകത്ത് നിന്ന്, എൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കകത്ത് നിന്ന് മാറാൻ ഒരുപാട് പ്രതിബന്ധങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. അവിടെയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അസ്സൗമു ജുന്നത്തുൻ. അത്തരം വ്യത്യസ്തമായ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിലുള്ള പരിചയമാണ് നോമ്പ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾ നോമ്പിനെ സ്വീകരിക്കാറുണ്ട്. നിങ്ങൾ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ നോമ്പ് സ്വീകരിക്കാറുള്ളത് സാധാരണ സ്ത്രീകൾ പറയാറുണ്ട് നനച്ചുകുളി എന്ന് പറയാറുണ്ട്. അതൊരു ഒരുക്കമാണ്. എന്താണ് ഒരുക്കം? പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം. അങ്ങനെ നനച്ചുകുളി എന്ന് പറഞ്ഞ വീട്ടിലുള്ള മുഴുവൻ വസ്ത്രങ്ങളും കൊണ്ടുപോയിട്ട് അവർ നന്നായിട്ട് അലക്കും. അതുപോലെ തന്നെ വീടും പരിസരവും ശുദ്ധീകരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഫർണിച്ചറുകളും വൃത്തിയാക്കും. ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നു, നനച്ചുകുളി നടക്കേണ്ടത് വീട്ടിനകത്ത് മാത്രമല്ല, നനച്ചുകുളി നടക്കേണ്ടത് മനസ്സിനകത്ത് കൂടിയാണ്. നമ്മൾ മനോനുകരങ്ങളിൽ നമ്മുടെ നനച്ചുകുളി നടത്തണം. നനച്ചുകുളി എന്ന് പറയുമ്പോൾ പൂർണ്ണമായും വൃത്തിയാക്കലാണ്. അത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വീടിൻ്റെ കതകിൻ്റെ ഫർണിച്ചറിൻ്റെ കൊത്തുപണികൾക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന ചെളി പോലും നമ്മുടെ വീട്ടുമ്മമാർ വളരെ സൂക്ഷ്മതയോടുകൂടി എടുത്തൊഴിവാക്കാറുണ്ട്. വീടിൻ്റെ മുകളിൽ കാണുന്ന മാറാല തട്ടി വൃത്തിയാക്കാറുണ്ട്. നോമ്പോടുകൂടി ഏതാണ്ട് എല്ലാ വീടുകളും വളരെ ക്ലിയറാണ്, വളരെ ക്ലീനാണ്. അകത്തേക്ക് ചെന്നാൽ വളരെ സുന്ദരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് അത് പ്രതീകാത്മകമാണ്. ആ അർത്ഥത്തിൽ ആകാശത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മേൽക്കൂരയിൽ കാണുന്ന മാറാല തട്ടുന്നതിന് മുമ്പ്, വീടിൻ്റെ ഫർണിച്ചറുകളിൽ കാണുന്ന അഴുക്ക് നീക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിനകത്ത് മാറാല തട്ടാൻ, നമ്മുടെ മനസ്സിനകത്ത് തള്ളിപ്പിടിച്ചിരിക്കുന്ന അഴുക്കില്ലായ്മ ചെയ്യാൻ, എന്നിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്പർശിക്കാൻ കഴിയുക. മനസ്സാണല്ലോ പ്രധാനം. ഇവിടെ നിന്നാണല്ലോ നമ്മുടെ കർമ്മങ്ങളുടെ പ്രഭവ കേന്ദ്രം. ഇതാണല്ലോ ആ അർത്ഥത്തിൽ ഇവിടെയാണ് നാം മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ
വഖദ് ഖാബ മൻ ദസ്സാഹ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താൻ. മനുഷ്യനെ അള്ളാഹു പാകപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നന്മയേത് അതിൻ്റെ തിന്മയേത് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിനെ ആര് ശുദ്ധീകരിക്കുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിച്ചവനാണ്. ആരതിനെ മുന്നേ ശുദ്ധീകരിക്കുന്നിടത്ത് ആരതിനെ ആ അർത്ഥത്തിൽ വഖദ് ഖാബ മൻ ദസ്സാഹ, ആരതിനെ ആ അർത്ഥത്തിൽ തദ്സിയത്ത് നടത്തിയോ ശുദ്ധീകരിക്കാതെ പോയോ അവൻ പരാജയപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇത് ശുദ്ധീകരണത്തിൻ്റെ സന്ദർഭമാണ്, നമ്മുടെ തെരുവോരങ്ങളുടെ ശുദ്ധീകരണമല്ല. തെരുവോരങ്ങളെ പേമാരി ശുദ്ധീകരിക്കുന്നത് പോലെ മനോദുകരങ്ങളെ ശുദ്ധീകരിക്കേണ്ടുന്ന സന്ദർഭമാണ്. നമ്മുടെ മനസ്സെന്ത് എന്ന് നമുക്കേ അറിയുകയുള്ളൂ. എൻ്റെ മനസ്സെൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയുകയില്ല. എൻ്റെ മനസ്സ് എനിക്ക് മാത്രമാണ് അറിയുക. മനസ്സിന് നേരെ വ്രതത്തിൻ്റെ കണ്ണാടി പിടിക്കാൻ നമുക്ക് കഴിയണം, നോമ്പെന്ന കണ്ണാടി പിടിക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് മനസ്സിനകത്തുള്ള വീഴ്ചകളെയും പോരായ്മകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എന്നിട്ടതിനെ തിരുത്താനുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് പരിശുദ്ധ റമദാനിൻ്റെ രാവു പകലുകളിൽ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടി വരുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മനസ്സിൻ്റെ രോഗത്തെ കണ്ട് അത് ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാമതായി അദ്ദേഹം പറഞ്ഞത് നിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്, ഒരു ഗുരുവര്യനെയാണ് അദ്ദേഹം ഒന്നാമതായി പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവര്യനെ സമീപിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അദ്ദേഹം തന്നേക്കാൾ ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന, തനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന തൻ്റെ ഗുരുവര്യനുമായി തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നിരന്തരമായി സംഭാഷണത്തിലേർപ്പെട്ട ഒരാൾക്ക് തന്നെ ശുദ്ധീകരിക്കാം. രണ്ടാമതായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് തൻ്റെ കൂട്ടുകാരനെ കുറിച്ചാണ്. എനിക്ക് എന്നെക്കുറിച്ച് ഏറ്റവും നന്നായി പറഞ്ഞു തരാൻ കഴിയുന്നത് എൻ്റെ കൂട്ടുകാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ, ഞാനുമായി സഹവസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് എന്നെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വിയോഗാനന്തരം, സിദ്ദീഖുൽ അക്ബറിൻ്റെയും വിയോഗാനന്തരം അദ്ദേഹമാണ് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വേള അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്റെ ചില വിവരങ്ങൾ കൈമാറിയ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ താങ്കൾക്ക് മുനാഫിക്കുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആരാണ് നമ്മൾ അറിയണം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെയുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാൻ. അദ്ദേഹം ചോദിക്കുന്നത് മുനാഫിക്കുകളുടെ ലിസ്റ്റ് അബൂ ഹുദൈഫ താങ്കളുടെ കയ്യിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ ഈ ഉമറിൻ്റെ പേരുണ്ടോ എന്നാണ്. സ്വന്തത്തോട് എന്ന പോലെ സ്വന്തം കൂട്ടുകാരോട് ചോദിക്കാം. അതുപോലെ തന്നെ ശത്രുക്കൾ നമ്മെക്കുറിച്ച് നടത്തുന്ന വിമർശനങ്ങൾ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന മൂന്നാമത്തെ വഴി അതാണ്. നമ്മൾ പലപ്പോഴും നമ്മെക്കുറിച്ച് നമ്മുടെ ശത്രുക്കൾ പറഞ്ഞു വരത്താറുണ്ട്. അയാൾ വാക്ക് പാലിക്കാത്തവനാണ്, അല്ലെങ്കിൽ കോപിഷ്ഠനാണ്, അല്ലെങ്കിൽ മുൻകോപിയാൻ. അങ്ങനെ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെ പാടെ അവഗണിക്കാതെ അതിൽ വല്ല കാമ്പുമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അതും നിങ്ങൾക്ക് നിങ്ങളെ നന്നാക്കുവാനുള്ള വഴി തന്നെയാണ്. നാലാമതായി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുക. അങ്ങനെ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മതിപ്പുള്ള ഒരുപാട് സ്വഭാവങ്ങളും അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം അനുഭവങ്ങളും അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളും കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ആ സ്വഭാവ ഗുണത്തിൽ മതിപ്പ് തോന്നിയതുപോലെ തന്നെ എന്നിലും ആ സ്വഭാവ ഗുണം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളൊരാളുടെ അടുത്ത് പോയി എന്ന് വെക്കുക, അയാളുമായി സംസാരിച്ചു എന്ന് വെക്കുക, എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറയാറുണ്ട്, എന്തോ ഒരു നല്ല മനുഷ്യൻ, അയാളുടെ പെരുമാറ്റം എത്ര സുന്ദരമായ പെരുമാറ്റം എന്ന് നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട്. സ്വന്തത്തെ നന്നാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നിങ്ങളെ ആകർഷിച്ച ആ സഹോദരൻ്റെ സ്വഭാവമുണ്ടല്ലോ, അത് നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. നാലാമതായി അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായേക്കാം ചില ആളുകളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, എന്നിലും ആ ദുർഗുണമുണ്ടോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അവസാനമായി അദ്ദേഹം പറഞ്ഞത് ഐച്ഛികമായ കാര്യങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കാനാണ്. അതുപോലെ തന്നെ സുന്നത്തുകളും തഹജ്ജുദ് നമസ്കാരം ഉൾപ്പെടെയുള്ള ഒരുപാട് ഐച്ഛിക കാര്യങ്ങൾ നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്
ആ അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ നിരന്തരമായ പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മുടെ കുറവുകളെ കൃത്യമായി അടയാളപ്പെടുത്തി അതിനെ തിരുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് റമദാൻ എന്ന് പറയുന്നത്. എവിടെ നിന്ന് ആരംഭിക്കണം മാറ്റം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നിങ്ങളിൽ നിന്ന് ആരംഭിക്കണം മാറ്റം എന്നാൽ. റമദാനിൻ്റെ മുന്നോടിയായി നമ്മളൊന്ന് ഒന്നിച്ച് ആ അർത്ഥത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ മഹാന്മാരും ഒക്കെ പറയാറുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു അഅ്മാലക്കും ഖബ്ല അൻ തൂസന അലൈക്കും. നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ഇഹ്തിസാബിന് വിധേയമാക്കുക, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. യഥാർത്ഥത്തിൽ നാളെ പരലോകത്തെ വിചാരണക്ക് അത് കൊണ്ടുവരുന്നതിന് മുമ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ തൂക്കി നോക്കുക. നാളെ പരലോകത്ത് നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുന്നതിന് മുമ്പ് സ്വന്തത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആദ്യം മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവരവരുടെ ജീവിതത്തിൽ തന്നെയാണ്. നിരന്തരമായി സ്വന്തത്തോട് നമ്മൾ സംസാരിക്കേണ്ടതാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്നെ ഒരിക്കൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ. രാവേറെ ചെന്നാലും അദ്ദേഹം തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് നാടിൻ്റെ വിവിധ മുക്കുമൂകലുകളിലൂടെ അദ്ദേഹം ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ പുലരാൻ നേരത്ത് ഈ പറയപ്പെട്ട മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏതാണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഒരിടത്ത് തളർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനുമുണ്ട്. ഏതാണ്ട് അങ്ങ് ഉറക്കം മയക്കം വന്നപ്പോൾ ആ മയക്കത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള ഈ സുഹൃത്ത് കേൾക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ആരോ ശക്തമായി അധിക്ഷേപിക്കുന്ന ശബ്ദമാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കുകയാണ്, നീ വലിയ അമീറുൽ മുഅ്മിനീനാണല്ലേ, അതുപോലെ തന്നെ നീ വലിയ ഖലീഫയാണല്ലേ. ഇങ്ങനെ അധിക്ഷേപങ്ങൾ കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തിരിക്കുന്ന ആള് ഒന്ന് കണ്ണു തുറന്നിട്ട് തൊട്ടടുത്തേക്ക് നോക്കുന്നു. ആരാണ് ഉമറിനെ അധിക്ഷേപിക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ എപ്പോഴെങ്കിലും നമ്മിലേക്ക് തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നിൽക്കണം. ഈ റമദാൻ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് തിരിയണമെന്നാണ് ഒന്നാമതായിട്ട് ഞാൻ പറയുക. അഹംഭാവത്തോടും അഹങ്കാരത്തോടും കൂടി നമ്മുടെ ക്വാളിറ്റിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നമ്മൾ നമ്മുടെ പോരായ്മകളിലേക്ക് തിരിഞ്ഞു നിൽക്കുവാനും ആ പോരായ്മകളെ ഓരോന്നോരോന്നായി ഇല്ലായ്മ ചെയ്യുവാനുമുള്ള നിരന്തരമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരേണ്ടതാണ്. രണ്ടാമത് ഞാൻ പറയുക, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ തിരിയണമെന്നാൽ നമ്മുടെ കുടുംബത്തിനകത്ത് മാറ്റമുണ്ടാകണം. റമദാൻ തുടങ്ങിയിരിക്കുന്നു. എത്ര പേരാണ് കുടുംബത്തെ ആ അർത്ഥത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ളത്? കുടുംബം ഒന്നിച്ചുകൂടി ഇരുന്നിട്ട് റമദാനിനെ സ്വീകരിക്കുവാൻ എത്ര പേരാണ് സന്നദ്ധമായിട്ടുള്ളത്? നമ്മൾ അല്ലാഹുവിൻ്റെ പ്രവാചകനെയാണല്ലോ മാതൃകയാക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് ശഅബാൻ മാസത്തിൽ തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരുങ്ങാറുണ്ടായിരുന്നു. റമദാനിന് വേണ്ടി പ്രവാചകൻ ഒരുങ്ങും. മാത്രമല്ല റമദാനാകുന്നതോടുകൂടി അല്ലാഹുവിൻ്റെ പ്രവാചകൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ അരക്കെട്ടൊന്നും മുറുക്കിയെടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുടുംബങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ വിളിച്ചുണർത്താറുണ്ടായിരുന്നു. അപ്പോൾ അരക്കെട്ട് മുറുക്കി അതുപോലെ തന്നെ കുടുംബങ്ങളെ വിളിച്ചുണർത്തി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാൻ ശഅബാനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങാറുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് മാത്രം ഉപകാരപ്പെട്ടാൽ പോരാ. ഈ റമദാൻ നമ്മുടെ കുടുംബത്തിനും ഉപകാരപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ തുടങ്ങി ഈ റമദാനിൻ്റെ ഗൗരവം അതർഹിക്കുന്ന സ്വഭാവത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അഥവാ കുടുംബത്തിൻ്റെ ആദർശവൽക്കരണവും ഈ റമദാനുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, ഖു അൻഫുസക്കും, നിങ്ങളെ കാക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വ അഹ്ലീക്കും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണമെന്നാൽ. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ റബ്ബിനോട് ഉത്തരം പറയേണ്ടത്. എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന എൻ്റെ നാഥൻ്റെ മുമ്പിൽ എൻ്റെ കുടുംബത്തിൻ്റെയും ചുമതല ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്, മക്കളെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്, ഭാര്യയെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരുപാട് ചുമതലകളെക്കുറിച്ച് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, റമദാൻ എന്നിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഘടകമാണ്, മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു ഘടകമാണ്, ഭാര്യ എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ആ എല്ലാ
തലങ്ങളിലുമുള്ള ആളുകൾ പരിശുദ്ധ റമദാനിൻ്റെ പുണ്യത്തെ നുകരുന്നിടത്ത് എത്രമാത്രം ജാഗ്രവത്താണ് എന്നോ അവരുടെ ജീവിതത്തിൽ എന്തെന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നോ എങ്കിൽ അതിനു പറ്റിയ സന്ദർഭമാണ് റമദാൻ എന്നും നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. നമുക്കറിയാലോ, നാളെ പരലോകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ യൗമഇദിൻ ശഅനു യുഗ്നീഹി. നാളെ പരലോകത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരൻ സഹോദരനെ കണ്ടാൽ ഓടുന്ന, മാതാപിതാക്കൾ മക്കളെ കണ്ടാൽ ഓടുന്ന, പരസ്പരം അവരവൻ്റെ കാര്യത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു നാൾ വരാൻ ഒരുക്കുന്നുണ്ട്. ആ നാളിലാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുക. നമ്മിൽ പല ആളുകളും പലപ്പോഴും സ്വന്തത്തെക്കുറിച്ച് വളരെ ജാഗ്രവത്താൻ, അവർ നോമ്പിൻ്റെ കാര്യത്തിൽ വളരെ വിജിലൻ്റാൻ, അവർ രാത്രി നമസ്കാരങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളാൻ. പക്ഷേ അവരുടെ കുടുംബത്തെ ആ അർത്ഥത്തിൽ തൻ്റെ കൂടെ തന്നെ നടത്തുന്നിടത്ത് നമ്മിൽ പല ആളുകളും വേണ്ടത്ര സൂക്ഷ്മത പുലർത്താറില്ല. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നിരന്തരമായി താക്കീത് നൽകുന്നത്. ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ചില മക്കൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആവശ്യപ്പെടുമ്പോഴും തൻ്റെ മാതാപിതാക്കൾ എവിടെ, ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് കാരണക്കാരായ എൻ്റെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണണം, ഞാൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിലിട്ടിട്ട് അവരെ ഒന്ന് ചവിട്ടിയരച്ചു കൊള്ളട്ടെ എന്ന അങ്ങേയറ്റത്തെ അമർഷത്തോടുകൂടെ നാം ചുടുചുംബനം നൽകുന്ന നമ്മുടെ മക്കൾ നാളെ നമ്മെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം പരലോകത്ത് വരുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തത്തിലുള്ള മാറ്റം നമ്മുടെ കുടുംബത്തിൻ്റെ കൂടി മാറ്റത്തിലേക്ക് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മുടെ സാമ്പത്തിക രംഗം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നത്, ഒരു നിയന്ത്രണവുമില്ലാത്ത, നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുന്നവരാണ് എല്ലാവരും, അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവരാണ് എല്ലാവരും, പക്ഷേ സാമ്പത്തിക ഇടപാടിന് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. ഇത് ഇസ്ലാമിൻ്റെ ആരാധനാ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു നിലക്കും ഒത്തുപോകാത്ത കാര്യമാണ്. അഥവാ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ സാമ്പത്തിക രംഗത്ത് അഴിച്ചുപണി അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹലാലും ഹറാമും ശ്രദ്ധിക്കാതെ പണം വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആസക്തി നിറഞ്ഞ ഒരു ലോകത്തും ഒരു കാലഘട്ടത്തിലുമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, മാ യുബാലിൽ മർഉ മാ അഖദ അമിനൽ ഹലാൽ അമിനൽ ഹറാം. ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നവർക്ക് അവർ കൈക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് അത് ഹറാമാണോ അല്ല അത് ഹലാലാണോ എന്നത് അവർക്ക് പ്രശ്നമല്ലാത്ത ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും സാമ്പത്തിക രംഗത്ത് അത്തരം ഒരു സൂക്ഷ്മതക്കുറവ് ലോകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊക്കെയല്ലേ പണമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ? ഇത് സാധാരണക്കാരൻ നമ്മോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്, അള്ളാഹുവിൽ ആര് തഖ്വ കൈക്കൊള്ളുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ആ വിശ്വാസം നമുക്ക് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആ വിശ്വാസം നമുക്ക് പോരാത്തത് കൊണ്ടോ പലപ്പോഴും മുസ്ലിം സുഹൃത്തുക്കളും സാമ്പത്തിക രംഗത്ത് ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ അർബുദവും നമ്മയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, കുടുംബത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉപഭോഗ സംസ്കാരത്തിന് നമ്മളെല്ലാവരും ഏതാണ്ട് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഭോഗാസക്തരായ ഒരു സമൂഹമാണ് നമ്മുടെ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ അങ്ങനെയാണ്, പലപ്പോഴും നമ്മുടെ ഭാര്യമാരങ്ങനെയാണ്. അത്തരം ഒരു കുടുംബത്തിൻ്റെ യൂണിറ്റിൽ നിന്ന് പലപ്പോഴും ഉൽപ്പാദിപ്പിക്കപ്പെടാറുള്ളത് ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള വഴിവിട്ട സാമ്പത്തിക സമ്പാദന രീതികളുമാണ് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ സമ്പാദിച്ചിട്ടാണ് നോമ്പെടുക്കുന്നത് എങ്കിൽ, അങ്ങനെ നമ്മൾ സമ്പാദിച്ചിട്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ യാതൊരു കാര്യവും അതുകൊണ്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരാളെക്കുറിച്ച് പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു തന്നു, അദ്ദേഹം കീറിപ്പറിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുടി ജട പിടിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്ത് പൊടി പുരണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഒരു ഫക്കീറായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് റസൂല് പറഞ്ഞു, അയാൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്, യാ അല്ലാ യാ അല്ലാ, അള്ളാഹുവേ എന്നാണ് അയാൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയാളെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിളിക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചോ, എന്തുകൊണ്ടാണ് പ്രവാചകരെ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, മത്അമുഹു ഹറാം മശ്റബുഹു ഹറാം മൽബസുഹു ഹറാം ഊദിയ ബിൽ ഹറാം.
അവൻ ധരിച്ചിരിക്കുന്നത് ഹറാമാൻ, അവൻ കഴിച്ചിരിക്കുന്നത് ഹറാമാൻ, അവൻ ഊട്ടപ്പെട്ടിരിക്കുന്നത് ഹറാമിലാൻ. സഹോദരന്മാരെ, നമ്മുടെ നമസ്കാരത്തിന് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ, നമ്മുടെ നോമ്പിന് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണമെങ്കിൽ, ഞാൻ പറയുന്നു, ഹറാമായത് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആർജവം ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ടതാണ്. അതല്പം കൂടുതൽ ലാഭം കിട്ടുന്നതാണ്, മറ്റേത് കുറച്ച് ലാഭം കുറവാൻ, പക്ഷേ എനിക്ക് നിഷിദ്ധമായ ലാഭം വേണ്ടതില്ല എന്ന് വെക്കാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതാണ്. നമുക്ക് കാണാൻ കഴിയും, ചിലപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്ത് നോമ്പായി കഴിഞ്ഞാൽ ചില ആളുകൾ ഇത്തരത്തിലുള്ള എല്ലാ ഇടപാടും നിർത്തും. എന്നിട്ട് പറയും, നോമ്പാണ്, തൽക്കാലം നീ അത് തിരിച്ചു കൊണ്ടുപോ, നോമ്പ് കഴിഞ്ഞിട്ട് വാ എന്ന് പറയും. നോമ്പാണ്, അതുകൊണ്ട് ഈ ഇടപാടൊക്കെ തൽക്കാലത്തിന് നിർത്തിയിരിക്കുന്നു, നോമ്പ് കഴിഞ്ഞിട്ട് വാ എന്ന് പറയും. അത് ഇസ്ലാമികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹിനെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. അത് ബനൂ ഇസ്രായേൽ സമൂഹം മീൻ പിടിക്കുന്ന കാര്യത്തിൽ, വേദക്കാർ മീൻ പിടിക്കുന്ന കാര്യത്തിൽ എടുത്ത നിലപാടാണ്. നോമ്പ് കഴിയുന്നത് വരെ അവിടെ കയ്യിൽ വെച്ചേക്ക, നോമ്പ് കഴിഞ്ഞിട്ടാകാം കയ്യിലിരിപ്പ് പുറത്തെടുക്കാൻ എന്ന് പറയുന്ന നിലപാടും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് നോമ്പൊരവസരമാണ്. നോമ്പിൻ്റെ മുന്നിൽ വെച്ച്, നോമ്പിൻ്റെ ആത്മാവുമായി എൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗം എവിടെയാണോ ഏറ്റുമുട്ടുന്നത്, അവിടെ വെച്ച് നോമ്പിലുള്ള ആർജവത്തോടുകൂടി അത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ കുടുംബത്തിന് സാധിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ വളർത്തിയെടുത്തത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെയുള്ള സഹാബാക്കൾ ഉപജീവന മാർഗത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്നത്തെ പോലെ സുഖസുഷുപ്തിയിലല്ല അവർ ജീവിക്കുന്നത്. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിട്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഒരുപക്ഷെ തലേ ദിവസം ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള തൻ്റെ കുടുംബത്തിൽ നിന്ന്, കുടുംബനാഥൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാരി പലപ്പോഴും തിരിച്ചു വിളിച്ചിട്ട് പറയാറുണ്ട്, കുഞ്ഞാനസ്മിറു അലൽ ജോ, ഞങ്ങളെ സംബന്ധിച്ച്, അല്ലയോ സുഹൃത്തെ, സഹോദര, അള്ളാഹുവിനെ, ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ നീ ഭയപ്പെടണം, ഞങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടണം. മാത്രമല്ല, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ സന്നദ്ധമാണ്, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ സന്നദ്ധമാണ്. വലാ നസ്ബിറു അലന്നാർ, ഞങ്ങൾ ഒരിക്കലും നരകത്തിൻ്റെ അഗ്നി സഹിക്കാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടാറുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ അവർ വെച്ചു പുലർത്തിയ സൂക്ഷ്മതയാണ്. നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഉപജീവന മാർഗത്തിന് വല്ലതും തേടിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ വെറും കൈയോടുകൂടി തിരിച്ചു പോരാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരകം ഞങ്ങൾ സഹിക്കൂല എന്ന് പറയുന്ന കുടുംബിനിമാരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് സാമ്പത്തികമായ, പലപ്പോഴും അനിസ്ലാമികമായ, പലപ്പോഴും പലിശയധിഷ്ഠിതമായ ഒരുപാട് അനാവശ്യ വ്യവഹാരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയി പലപ്പോഴും പിടിവിട്ടു പോകുന്ന സാഹചര്യം നമുക്ക് മുസ്ലിം കുടുംബത്തിൽ വരെ കാണാൻ കഴിയുന്നതാണ്. നമസ്കാരമുണ്ടോ ഉണ്ട്, നോമ്പുണ്ടോ ഉണ്ട്, സക്കാത്തുണ്ടോ, സക്കാത്തും ഉള്ള കാലത്തുണ്ട്. അതേസമയം സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതയുണ്ടോ? അത്തരം സൂക്ഷ്മതയില്ല. കിട്ടാവുന്ന ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാറുണ്ട്. ഈ ഒരു സ്വഭാവത്തിലേക്ക് വിശ്വാസികൾ മാറാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരന്മാരെ, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്? ഒരുപക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകരിക്കേണ്ടുന്ന സൂക്ഷ്മതയുടെ ഒരു ചെറിയ അളവുകോല് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ എന്നും സുബ്ഹ് നമസ്കാരത്തിനുണ്ടാകാറുണ്ട്. ഏറ്റവും നല്ല മുത്തഖിയായ സ്വഹാബിയാൻ. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ എണീറ്റ് പോകുന്നത് കാണാറുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ ഉടനെ മറ്റു ദിക്റുകൾക്കും പ്രാർത്ഥനകൾക്കും ഒന്നും നിൽക്കാതെ അദ്ദേഹം എണീറ്റങ്ങ് പെട്ടെന്ന് പോകുന്നത് കാണാറുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല അബൂ ദുജാന, നിനക്ക് അള്ളാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? നിന്റെ നാഥനോട്, നീ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് നിനക്ക് നിന്റെ നാഥനോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്ന ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വീട് ഒരു യൂതൻ്റെ ഒരു വലിയ ഈത്തപ്പനത്തോട്ടത്തിൻ്റെ പരിസരത്താണ് എൻ്റെ വീടുള്ളത്. അതിലാകട്ടെ ഈത്തപ്പനയിലെ ഈത്തപ്പഴക്കുലകൾ പഴുത്ത് ഏതാണ്ട് അതിൽ നിന്ന് പഴങ്ങൾ പലപ്പോഴും പഴുത്ത് വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഞാൻ നമസ്കരിച്ച് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അയൽക്കാരനായ ജൂതൻ്റെ ഈത്തപ്പന തോട്ടത്തിൽ നിന്നുള്ള പഴുത്ത ഈത്തപ്പഴങ്ങൾ ധാരാളമായി വീണ് കിടക്കുന്നുണ്ടാകും. റസൂലെ, ഞാൻ ഓടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ